ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ വ്ളോഗാണ്. നമുക്കൊരു ഓപ്പൺ സ്പേസിലൊന്നും പോകാതെ, അതായത് വല്ല പാർക്കിലോ ബീച്ചിലോ ഒന്നും പോവാതെ തന്നെ നമ്മളെ ഫ്ലാറ്റിൻ്റെ ചെറിയൊരു അടുക്കളയിൽ ചിക്കൻ നമുക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്നുള്ളത്, ചാർക്കോൾ ചിക്കനൊക്കെ ചെയ്യില്ല, അതേപോലെ എങ്ങനെ നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്നുള്ളതും പിന്നെ എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്റ്റൗ ടോപ്പ് ഗ്രില്ലർ എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റൗമ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെയുള്ള ആ ബേസ് ഉണ്ടല്ലോ, ആ ബേസിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ലായി വരുമ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഇങ്ങനെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ താഴെ വീണിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആ ഗ്രിൽ റാക്ക് വെച്ച് കൊടുക്കുക. അതിന്മേലാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും ചെറിയ ഫ്ലെയിം വരുന്ന ഏറ്റവും ചെറിയ ബർണറുള്ള സ്റ്റൗ ഇതിമേലാണ് ഇത് വെക്കണത്, ബർണർമേലാണിത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ ആ തീ കത്തിച്ച് കഴിഞ്ഞാൽ സെൻറ്ററിലായിരിക്കണം തീ നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, വട്ടത്തിൽ വെച്ച് കൊടുക്കുക. ഈ ചിക്കൻ്റെ മാരിനേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഇതിമേ റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കി പറയാം. സെൻറ്ററിൽ വെക്കാൻ പറ്റില്ല, അവിടെ ഒരു ഹോളാണ്. അപ്പോൾ നമ്മളിത് വട്ടത്തിൽ പാകത്തിന് തിക്കി വെക്കണ്ട, അടുപ്പിച്ചല്ലാതെ നമുക്ക് അതിന് പാകത്തിനുള്ളത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു കവറുണ്ട്, അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ഇതാണ് അതിൻ്റെ ഒരു ഹാൻഡിൽ, അത് നമുക്ക് ആ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതിങ്ങനെ പൊക്കി നോക്കാനൊക്കെ. അല്ലെങ്കിൽ ഈ കവർ നല്ലോണം ചൂടാവും, ഇരുമ്പാണ്, നന്നായിട്ട് ചൂടാവും, നമുക്കത് കൈ പൊള്ളും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഹാൻഡിൽ വെച്ചിട്ട് തന്നെ അത് പൊക്കാനും എടുക്കാനൊക്കെ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റൗ ടോപ്പ് ഗ്രില്ലർ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി, അത്യാവശ്യം വലിപ്പമുള്ള പീസ് ഇഞ്ചി, ഞാൻ ഒരു 1.5 കിലോക്ക് അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 1.5 ഉണ്ട വെളുത്തുള്ളിൻ്റെ ഒരു ഫുൾ വെളുത്തുള്ളിയും ഒരു പകുതിയും, പിന്നെ ഒരു 2-3 പച്ചമുളക്, ഒരു പിടി കറിവേപ്പിൻ്റെ ഇല, ഒരു പിടി മല്ലിൻ്റെ ഇല, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ ഒരു വലിയ സ്പൂൺ സുർക്ക വിനീഗർ, പിന്നെ ഒരു വലിയ സ്പൂൺ കട്ടിത്തൈര്, സാധാ തൈരായാലും കുഴപ്പമില്ല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി. ഇതിൽ അറബിക് മസാലയൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ കസൂരി മേത്തിയും ജീരകം പൊടിച്ചതും സ്കിപ്പ് ചെയ്യാതിരുന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം ചിക്കൻ പീസ്, ഇത് ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇതിൽ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് ഏറ്റവും ടേസ്റ്റ്. ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഫോർക്ക് കൊണ്ട് നല്ലോണം കുത്തി കൊടുക്കണം, മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചില പീസുകൾ നല്ല കട്ടിയുള്ള ടൈപ്പ് പീസുകളൊക്കെ ഉണ്ടാവില്ലേ, ഈ ചെസ്റ്റൊക്കെ വരുന്ന ആ ഭാഗത്തുള്ള പീസുകളൊക്കെ ആകുമ്പോൾ നമുക്കത് ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം പോരാ. നമ്മളതൊരു മീറ്റ് ഹാമറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിക്കോലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ ആ കല്ലുണ്ടല്ലോ, അതെന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കുക. നല്ലോണം അടിച്ച് പരത്തണ്ട, ഒന്ന് അടിച്ച് ഒന്നിങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ മസാല തേപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം മസാലയൊക്കെ പിടിക്കൂട്ടും. കട്ടിയുള്ള പീസൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം, കട്ടി കുറഞ്ഞ പീസുമല്ലൊക്കെ നമുക്ക് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാല ഇതിൽ നല്ലോണം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഡിന്നറിനായതുകൊണ്ട് തന്നെ രാവിലെയാണ് കേട്ടോ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു എയർ ടൈറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 5-6 മണിക്കൂർ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷമാണ് നമ്മൾ നമുക്ക് എടുത്ത് വെച്ചത്. ഇനി ആ ചിക്കനൊക്കെ റെഡി ആകുമ്പോൾ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയൊരു കളക്ഷനൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് മണി പ്ലാന്റ്സ്, പിന്നെ ലക്കി ബാംബൂ, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ സ്നേക്ക് പ്ലാന്റ്, ഇതൊക്കെയാണ് കേട്ടോ. വലിയൊരു കെയറിങ് ഇല്ലാതെ വെക്കാൻ പറ്റിയ കുറച്ച് ചെടികളാണ് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. കുറച്ച് മണ്ണിലും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിലാക്കിയും വെച്ചിട്ടുണ്ട്. ഈ ഇൻഡോർ പ്ലാന്റ്സും നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. വല്ലാതെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വരും.
അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ വെച്ച ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മണ്ണ് നല്ലോണം ഡ്രൈ ആയിട്ട് നമ്മളൊന്ന് വിരലിൽ ഇങ്ങനെ അതിലേക്ക് മണ്ണിലേക്ക് ഇറക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ നനവ് ഉണ്ടോയെന്ന്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്കും നനവൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നനച്ചു കൊടുക്കേണ്ടത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നനച്ചാൽ മതിയാവും. നമ്മൾ വെള്ളം ഒഴിക്കൽ ആഴ്ചയിൽ ഒരു ദിവസം ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ എല്ലാതും കൂടി ഓരോരുത്തരെടുത്ത് വെച്ചിട്ട് അതിലൊക്കെ നല്ലോണം വെള്ളം സ്പ്രേ ചെയ്യണത് നല്ലതാണ് കേട്ടോ. ചെടികൾ കൂടുതൽ ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം തീരുന്നതിനനുസരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുക, മീനിൻ്റെ ഒന്നും പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് കളഞ്ഞ് വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് തീരുന്നതിനനുസരിച്ച് വെള്ളം മാറ്റി കൊടുക്കുക. പിന്നെ അതിങ്ങനെ വെള്ളത്തിൽ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അത് മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ട് മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് ക്ലോറിൻ വാട്ടർ ഒഴിക്കാൻ പാടില്ല. നമ്മൾ കുടിക്കാൻ കൊണ്ടുവന്ന് വെച്ച വെള്ളം ഉണ്ടല്ലോ ബോട്ടിലിൽ, ആ വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചെടികൾ കിച്ചണിൽ അങ്ങനെ വെളിച്ചം കിട്ടുന്നതനുസരിച്ചൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് ചെടികൾ കിച്ചണിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ഹാളിൽ, അങ്ങനെയൊക്കെ. ഈ ഒരു റാക്കുമ്മലാണ് ഞാൻ അധികവും മണ്ണിൽ വെച്ച ചെടികളൊക്കെ ഈ റാക്കുമ്മലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ ചിലതിനൊക്കെ സൺലൈറ്റ് ഡയറക്റ്റ് വേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വിൻഡോ വരുന്ന വിധത്തിലാണ് കേട്ടോ ഞാൻ ആ റാക്ക് വെച്ചിട്ടുള്ളത്. ഡയറക്റ്റ് സൺലൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് സണ്ണിൻ്റെ വെളിച്ചം തന്നെ വരേണ്ടത്. മണി പ്ലാന്റിനൊക്കെ ആണെങ്കിൽ ട്യൂബ് ലൈറ്റ് തന്നെ മതി. ഈ ഒരു ചെടി എനിക്ക് വളരെ ഇഷ്ടമുള്ള ചെടിയാണ്. ഞാൻ ടേബിൾ മേലാണ് അത് വെച്ചിട്ടുള്ളത്. അതിന് കൂടുതലൊരു കെയറിങ്ങും ആവശ്യമില്ല. അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫെനി, അവൾ തന്നാണ്. അപ്പോൾ ഫെനിക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. നമ്മളെ ചിക്കൻ എന്തായി എന്നുള്ളത് നോക്കുക. തീരെ നോക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ അതിടക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്മേൽ എല്ലാത്തുമ്മേലും കുറച്ച് ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാക്കി എടുത്താൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറ്റത്തോ ഒക്കെ വെച്ചിട്ടാണല്ലോ ചിക്കൻ ഗ്രില്ല് ചെയ്യൽ. അല്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിലൊക്കെ ഓപ്പൺ സ്പേസിൽ പോയിട്ടാണ് നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യൽ. എങ്ങനെയായാലും കുറച്ച് ടൈം എടുക്കുന്ന പണി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ പുറത്ത് ചെയ്യുകയാണെങ്കിലും സ്റ്റൗമ്മ ചെയ്യുകയാണെങ്കിലും ഒക്കെ കുറച്ച് ടൈം എടുക്കുന്ന പണി തന്നെയാണ്. ഇപ്പോൾ ഞാൻ കിച്ചണിൽ ബിസി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ താരാക്കിയും മക്കളൊക്കെ നാട്ടിലേക്കൊക്കെ സൂം മീറ്റിങ്ങും പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് ഇരിക്കുകയായിരുന്നു. എൻ്റെ താത്തയും മക്കളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അനിയത്തി, ഉമ്മ, ഉപ്പ, 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും, പിന്നെ അതുപോലെ തന്നെ സാരാക്കാൻ്റെ വീട്ടിൽ ഉമ്മ, കാക്ക എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ സൂം മീറ്റിങ്ങിൽ. എല്ലാവരും ഇങ്ങനെ സൂം മീറ്റിങ്ങും പിന്നെ കോളിങ്ങും ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ വെക്കേഷനായിട്ട് നാട്ടിൽ പോകാനൊന്നും പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിമൊന്നെടുത്ത് മാറ്റിയിട്ട് ഒരു ട്രിപ്പും കൂടി വെക്കാൻ ഞാൻ 12 പീസാണ് ആക്കിയത്. അപ്പോൾ ഒന്നും കൂടി വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെക്കുകയാണ്. ഇത് റെഡിയാവാൻ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. ഈ ഗ്രില്ല് ചെയ്യാൻ നിന്നാൽ നമുക്ക് രാത്രി ഒരു സമയത്തിന് 8-8:30-9 മണിയാകുമ്പോഴത്തേനൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങണം, എന്നെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷനായിട്ടൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 1/2 കപ്പ് പുതിന, 1/2 കപ്പ് മല്ലിൻ്റെ ഇല, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 3 പീസ് വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് കട്ടി തൈര്, പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചിക്കൻ്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാനൊരു കുറച്ച് മയണൈസും പിന്നെ പൊട്ടറ്റോ വെഡ്ജസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്കുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കണ്ടു നോക്കാം. പിന്നെ ഇതിലേക്ക് അമൂസും കൂടി ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ, ഉണ്ടാക്കിയതല്ല. പിന്നെ ഈ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് സ്മോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ചിക്കനൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ല അടപ്പുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിലൊരു ഫോയിൽ കൊണ്ട് ഇങ്ങനെ ഒരു പാത്രം പോലെ ചെറുതാക്കി ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചാർക്കോൾ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടക്കുക. അപ്പോൾ ഈ സ്മോക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് നെയ്യാണ് കേട്ടോ. ഓയിലൊക്കെ ഒഴിക്കുന്നതിനേക്കാൾ നല്ല സ്മോക്ക് ഉണ്ടാവും.
ആ ചിക്കൻ കുറച്ച് നേരം ആ പുകയൊക്കെ ഒന്ന് പോകുന്നത് വരെ അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി കഴിക്കാൻ ഏകദേശം ഇപ്പോൾ കുറേ സമയമായിട്ടുണ്ടായിരുന്നു ഇതായി വന്നപ്പോഴേക്കും. അപ്പോൾ ഞാനിനി ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. കുബൂസാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ കുബൂസ് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, അത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എല്ലാം കൂടി ആക്കി വരുമ്പോഴത്തേന് ഒരുപാട് ടൈം ആവും എന്ന് വിചാരിച്ചിട്ട് അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഇനി ടേബിളിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ്. ചിക്കൻ്റെ ഈ ഒരു മാരിനേഷൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഈ സ്റ്റൗ ടോപ്പ് ഗ്രില്ലർമ അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ കനലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യൂലേ പുറത്തൊക്കെ വെച്ചിട്ട്, അങ്ങനെ ചെയ്യാനാണെങ്കിലും ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നാട്ടിൽ പോയപ്പോഴൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഗെറ്റ് ടുഗദറിനൊക്കെ ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഗ്രീൻ ചട്നിയും ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചിക്കൻ്റെ കൂടെയൊക്കെ. ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്കവാറും ഈ ചട്നി കിട്ടലുണ്ട് കേട്ടോ. ബിരിയാണീൻ്റെയൊക്കെ കൂടെ അവർ തന്നെ കഴിക്കൽ തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം.